ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ നഗരസഭയുടെ അതിമനോഹരമായ അംബേദ്കർ പാർക്കിലാണ്. നഗരപ്രദേശങ്ങളിൽ നിന്നും അടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ പാർക്കിലേക്ക് എത്തിച്ചേരുന്നത്. നിരവധി ആളുകൾ എത്തിച്ചേരുമ്പോൾ അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് പറവൂർ നഗരസഭ ഒരുക്കുന്നത്? രീതിയാണ് ചില സമയത്തൊക്കെ. പിന്നെ പുറകില് ലൈറ്റിന്റെ കുറവുണ്ട് ഈ പാർക്കിന്റെ പുറകിലായിട്ട്. അതൊക്കെ അത് ശരിക്കും ബന്ധപ്പെട്ട അധികാരികൾ കണ്ടിട്ടും കണ്ടില്ല എന്നുള്ളത് നടിക്കുന്നതാണ്. ഞങ്ങൾ പലവട്ടം പരാതികളൊക്കെ ഇവിടെ വന്ന എല്ലാവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് അതിന്റെ നടപടിയൊന്നും. മാസങ്ങളായി വെട്ടിയിട്ടിരിക്കുന്ന മരങ്ങളും അതിന്റെ ശിഖരങ്ങളും മാറ്റാൻ പോലും നഗരസഭ തയ്യാറായിട്ടില്ല. ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ട് ഇതുപോലെ വെട്ടിയിട്ടിട്ട്. ഇത് വെട്ടിയിടാൻ കാരണം തന്നെ ഈ സാധനം ഇതിന്റെ മരങ്ങൾക്ക് കൊമ്പുകൾക്കൊക്കെ വിലക്കുറവാണ്. അപ്പൊ അങ്ങനെ ഇത് വെട്ടിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഈ സാധനം എടുത്ത് കോൺട്രാക്ട് കൊണ്ടുപോകണില്ല. ഈ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിട്ട് അവര് പറയുന്ന കോൺട്രാക്ടർമാർക്ക് ഇത് വേണ്ട, അത് അവിടെ കിടന്നോട്ടെ. പക്ഷെ അത് ഇവിടെ കിടക്കണേനല്ല, ഇത് ഇവിടെ ഈവനിംഗ് ബാക്കും മോർണിംഗ് ബാക്കിനൊക്കെ വന്നവർക്ക് അല്ലെങ്കിൽ പാർക്ക് കാണാൻ വന്നവർക്കൊക്കെ ഇതിന്റെ ശല്യം ഉണ്ട്. കുട്ടികളും മുതിർന്നവരുമടക്കം ഈ ഒരു പാർക്കിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരും ആശങ്കയിലാണ്. ഇഴജന്തുക്കളുടെ താവളമായി അംബേദ്കർ പാർക്ക് മാറിക്കഴിഞ്ഞു. പാമ്പ് ഇഴജന്തുക്കള് സന്ധ്യയാകുമ്പോൾ ലൈറ്റ് ഇങ്ങോട്ട് ഇതായി കഴിയുമ്പോ തന്നെ ഇഴജന്തുക്കൾ ഇറങ്ങും. അതാണ് എലിയും ശംഖുവരയനും അതുപോലെ മാരക വിഷമുള്ള പാമ്പുകളാണ് ഇതിന്റെ അകത്തുള്ളത്. അത് അപകടം തന്നെയാണ് ആൾക്കാർക്ക്. അത് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഈ കാടൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയ ഈ പാർക്ക് നല്ല പറവൂര് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ആയ ഒരു പാർക്കാവും ഇത്. പക്ഷെ അപകടമായ ഭീതിയാണ് ചില സമയത്തൊക്കെ. പിന്നെ പുറകില് ലൈറ്റിന്റെ കുറവുണ്ട് ഈ പാർക്കിന്റെ പുറകിലായിട്ട്. അതൊക്കെ അത് ശരിക്കും ബന്ധപ്പെട്ട അധികാരികൾ കണ്ടിട്ടും കണ്ടില്ല എന്നുള്ളത് നടിക്കുന്നതാണ്. ഞങ്ങൾ പലവട്ടം പരാതികളൊക്കെ ഇവിടെ വന്ന എല്ലാവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് അതിന്റെ നടപടിയൊന്നും ആയിട്ടില്ല. അപ്പൊ പറയുമ്പോ പറയണത് ഞങ്ങൾ ചെയ്യാന്നാണ്. പക്ഷെ മെയിനായിട്ടുള്ളത് ഈ ബാക്കിലെ കാടും ഇവിടെ ലൈറ്റ് വിട്ടാൽ മതി. ഈ വെട്ടിയിട്ടാണ് തടി കൊമ്പുകളും കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് ജനങ്ങളുടെ ആ ഒരു പേടി മാറിക്കിട്ടും. ഇവിടെ നടക്കാൻ വരുന്നവരോ. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും അനുദിനം കൊതുകുകൾ വർദ്ധിക്കുന്നു എന്ന് പരാതികൾ ഉയരുന്നു. വെള്ളക്കെട്ട് ഉണ്ടായാൽ തന്നെ, വർഷത്തൊക്കെ ആണെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടായാൽ തന്നെ ആ വെള്ളം പോകാനുള്ള സൗകര്യം ഈ കാണേ കൂടി ഈ ഇവിടുത്തെ ജീവനക്കാർ വിടണേ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഈ കെട്ടിക്കിടക്കുന്ന കാണയിലെ വെള്ളം പോകാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അല്ലെങ്കിൽ അത് എങ്ങനെയും മോട്ടോർ വെച്ച് എങ്ങനെയും പറ്റിച്ച് ഈ കാണയിലോട്ട് വിട്ടാൽ ഈ വെള്ളം അങ്ങോട്ട് പോയിക്കോളും. അതും പോലും ചെയ്യാനായിട്ട് ഇവിടെ ആരുമില്ല. ബന്ധപ്പെട്ട ആളുകളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല, ഒരു അനക്കമില്ല. ഇവിടെ നിന്ന് പെരുകി ഇതായിട്ട് കിടക്കുകയാണ്. ഈ വെള്ളം ഒന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഈ ഇത് ക്ലീൻ ചെയ്യാനോ ഒന്നും ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഞങ്ങൾ പലവട്ടം പറയാറുണ്ട്. എല്ലാ കൂടി കാണിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നവരെ കൊണ്ട് ഒപ്പിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നവരെ ഒരു എക്സ്പോ പരിപാടി കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വെച്ചാണ് ഈ പാർക്കിൽ വന്നത്. അപ്പൊ ആ ഭാഗത്താണ് ആദ്യം പോയി ഇരുന്നത് ഞങ്ങള്. അപ്പൊ അവിടെ തടി കുമ്മാരമൊക്കെ കൂട്ടിയിട്ട് ഒരു വൃത്തികെട്ട രീതിയിൽ കിടക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നടന്നു വന്നവരോട് തിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ മലിനമായിട്ട് ജലം നിറയെ കൊതുകടി സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങാട് വന്ന് ആ ഭാഗത്താണെങ്കിൽ കുറെ കൂമ്പാരം കൂട്ടി ചപ്പയാവുള്ള ഒരു കൂനയാണ്. അത് വളരെ അസഹ്യമാണ്. തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ കാണുന്ന കുട്ടികൾ കളിക്കുന്ന ഇതിൽ കാണുന്ന സ്ഥിതി ഇതാണ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എന്താണ് ചെയ്യണത്? നഗരസഭക്ക് ഇത് കുട്ടികളുടെ ഒരു പാർക്കല്ലേ, അവർക്ക് ഇത് ശുചിയായിട്ട് ഇടാൻ വേണ്ടി അവർക്കൊരു ഉത്തരവാദിത്തമില്ലേ? അതാണ് എനിക്ക് അത്ര അമർഷം തോന്നി ഈ കാഴ്ച കണ്ടിട്ട്. നേരെ ഇത്തിരി ഭേദമായിട്ട് ഇരുന്നിരുന്നതിൽ ഇപ്പൊ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പൊ കാണാൻ കഴിഞ്ഞത്.